എന്നെ വിലങ്ങിട്ട് കൊണ്ടുപോയിന്നും ഞാനിപ്പോൾ ജയിലിലാണെന്നും ജയിലിൽ കുത്തിരുന്ന് ചിത്രം വരയ്ക്കുകയാണെന്നൊക്കെ പറഞ്ഞ് കുറച്ച് ആൾക്കാരുടെ വീഡിയോസ് ഞാൻ കണ്ടു. അപ്പോൾ ഞാൻ കരുതി ഞാൻ ഒളിവിലാണ് പോലും. അങ്ങനത്തെ കുറച്ച് വീഡിയോസ് ഞാൻ കണ്ടു. അപ്പോൾ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് എന്താണെന്നറിയോ, ഈ വ്യാജ പ്രചരണം നടത്തിയിട്ട് അതിന് കിട്ടുന്ന റീച്ചിൽ നിങ്ങൾക്ക് അടി വാങ്ങേണ്ട ഒരു ഗതികേട് എനിക്ക് സഹതാ. ജസ്ന സലീമിനെ കുറിച്ചുള്ള ഇഷ്യൂസ് 2-3 ദിവസമായിട്ട് ഭയങ്കരമായിട്ടുള്ള രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുമായിരുന്നു. ഈ ഒരു കേസും കാര്യങ്ങളും ഒക്കെ ജസ്നയ്ക്ക് വരാനുണ്ടായ കാരണം എന്ന് പറഞ്ഞാൽ ഗുരുവായൂർ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ വെച്ച് കൃഷ്ണൻ്റെ വിഗ്രഹത്തിന് മാലയിടുന്ന രീതിയിൽ ഒരു വീഡിയോ ഫോട്ടോ ഒക്കെ എടുത്ത് പ്രചരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചെയ്തുകൂടാ എന്നുള്ളൊരു കോടതി വിധിയൊക്കെ ഉണ്ടായിരുന്നു. അതിനെയൊക്കെ മറികടന്നിട്ടായിരുന്നു ജസ്ന ഇതേ കണക്ക് ചെയ്യുന്നത്. ഇതിനെതിരെയാണ് അവിടുത്തെ ദേവസ്വത്തിൽ അതിനുള്ള ആൾക്കാർ കേസ് കൊടുത്ത് അതിൻ്റെ FIRും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ സമയത്ത് എല്ലാവരും ഇതെടുത്ത് വെച്ച് റിയാക്ഷനും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലെല്ലാവരും ജസ്നയുടെ കാര്യം പറഞ്ഞത് ഇതേ കണക്ക് കൃഷ്ണനെ ആരാധിക്കുന്നതിലോ പടം വരയ്ക്കുന്നതിനോ ഒരു കുഴപ്പം ഒന്നും തന്നെയില്ല. പക്ഷേ ഒരു ഫോളോ ചെയ്യേണ്ട കുറേ നിയമങ്ങൾ ഉണ്ട്. അത് ഉറപ്പായിട്ട് നമ്മൾ പാലിക്കണം. അതൊരു ഏത് സ്ഥലത്താണോ പോകുന്നത് അവിടെ കുറച്ച് നിയമങ്ങളുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും പാലിക്കേണ്ടതാണ് എന്ന് പറഞ്ഞത് ഞാൻ സപ്പോർട്ട് ചെയ്യുമെന്നോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നുമല്ല. അതിപ്പം ഓരോയിടത്ത് വിശ്വാസങ്ങളും കാര്യങ്ങളും അവരേതാണ്. അതിപ്പം ഫോളോ ചെയ്യേണ്ടവർ മാത്രം അവിടെ പോവുക എന്നുള്ളൊരു കാര്യമാണ്. അപ്പം ജസ്റ്റിന് അതിൽ വിശ്വസിക്കുന്നു, അവിടെ ഗുരുവായൂർ പോകാറുണ്ട്. അതുപോലെ ഇപ്പം ഇതേ കണക്കുള്ള കാര്യങ്ങൾ ചെയ്യരുത് എന്നാൽ ജസ്റ്റിനേക്ക് അറിയാം. എന്നിരുന്നിട്ട് പോലും ഇതേ കണക്ക് ചെയ്യുമ്പോഴത്തേന് അതിൻ്റെ പ്രശ്നങ്ങൾ വഴിയേ വരുന്നതും ജസ്റ്റിനേക്ക് അറിയാം. എന്നിട്ട് ഇങ്ങനെ ചെയ്തപ്പോഴാണ് എല്ലാവരും ജസ്റ്റിനെ കുറ്റപ്പെടുത്തിയത്, എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിന് മുമ്പ് ജസ്റ്റിനേക്ക് ഇതേ കണക്ക് പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. കാരണം ഗുരുവായൂർ അമ്പലത്തിൽ വെച്ച് തന്നെ കേക്ക് മുറിക്കുന്ന രീതിയിലൊരു കേക്ക് മുറിച്ചിട്ട് ഫോട്ടോസും വീഡിയോസും പ്രചരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് ഇതേ കണക്ക് ഇങ്ങനെ ചെയ്യരുത്, അത് പ്രശ്നമാവുമെന്ന് അവിടെ ദേവസ്വത്തിൽ നിന്നും എല്ലാം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും കേൾക്കാതാണ് ഇപ്പോൾ രണ്ടാമതും ഇതേ കണക്ക് ചെയ്തത്. ഈ ഒരു സമയത്താണ് എന്ത് ചെയ്യുന്നത്, കോടതി ഇതേ കണക്ക് പറഞ്ഞത് ആ ലംഘിച്ചതിനെതിരാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത്. ഈ ഒരു കാര്യങ്ങൾ ഈ ന്യൂസ് വന്നതിന് ശേഷം ഭയങ്കരമായിട്ടുള്ള രീതിയിൽ എല്ലാവരും വീഡിയോസ് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തിനാണ് ജസ്ന ഇങ്ങനെ ചെയ്യുന്നത്, ജസ്നയ്ക്ക് അറിയാവുന്ന കാര്യമല്ല ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ള കാര്യം. എന്നിട്ടും ജസ്ന ഇത് ചെയ്യുന്നുണ്ട് എങ്കിൽ ഇത് മനഃപൂർവ്വം ജസ്ന ചെയ്യുവാണ് എന്നുള്ളൊരു കാര്യമാണ് എല്ലാവരും ചിന്തിക്കുന്നത്. അതൊരിക്കലും ശരിയായിട്ടുള്ളൊരു കാര്യമല്ല എന്ന് ആൾക്കാർ വീഡിയോയിലൂടെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനൊക്കെയാണ് ഇപ്പം ജസ്ന വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. ആ ഒരു വീഡിയോയിൽ പറയുന്നത് ഇതുപോലെ കുറേയധികം എന്നെപ്പറ്റി വ്യാജമായിട്ടുള്ള ന്യൂസും കാര്യങ്ങളും കുറേയധികം പേര് കൊടുക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ അവർ അത് വെച്ച് അരി വാങ്ങുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. പക്ഷേ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് അറിയുന്നില്ല എന്നൊക്കെ പറഞ്ഞൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അതിനകത്ത് പറയുന്നത് എനിക്കിഷ്ടമുള്ള കാര്യമാണ് ഞാൻ ചെയ്യുന്നത്, അതിലെന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും ഞാൻ ഉറപ്പായിട്ടും അത് ചെയ്യുന്നതായിരിക്കും എന്നാണ് ജസ്ന പറഞ്ഞിട്ടുള്ളത്. ഇപ്പം ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് ഒരു കുഴപ്പവും ഇവിടെ ആരും ഒന്നും പറയത്തില്ല. ഇപ്പം കൃഷ്ണൻ്റെ പടം വരയ്ക്കുന്നു, ആ ഒരു സമയത്ത് അവരുടെ സമുദായത്തിൽപ്പെട്ട അവരുടെ ആ ഒരു മതത്തിൽപ്പെട്ട ആൾക്കാർ മൊത്തം ജസ്നയ്ക്കെതിരെ തിരിഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് പോലും ഭയങ്കരമായിട്ടുള്ള സപ്പോർട്ടും കാര്യങ്ങളും ജസ്നയ്ക്ക് വന്നതെന്ന് പറഞ്ഞാൽ ജസ്നയ്ക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുന്നു, അതാരെയും ബുദ്ധിമുട്ടിക്കാതാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് എല്ലാവരും ഭയങ്കരമായിട്ട് ജസ്നയെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ അങ്ങനെയൊക്കെ സംസാരിക്കുന്ന ആൾക്കാർ തന്നെ ഇപ്പോൾ കുറ്റപ്പെടുത്തുന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിടത്ത് പാലിക്കേണ്ട കുറച്ചിപ്പം വിശ്വാസമാണ്. ഇപ്പം ഗുരുവായൂർ അമ്പലത്തിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം എല്ലാം അറിയാവുന്നൊരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു വ്യക്തി എന്ന രീതിയിൽ അവിടെ ചെയ്യേണ്ട രീതികൾ ചെയ്യേണ്ട കണക്ക് ചെയ്യണമല്ലോ. അല്ലാതെ ഒരിക്കലും ഇപ്പം അവിടെ ഫോട്ടോ എടുക്കരുത്, ഇതൊക്കെ നേരത്തെയും പറഞ്ഞിട്ടുള്ളൊരു കാര്യം. പക്ഷെ അതൊക്കെ മറന്നുകൊണ്ട് ഇങ്ങനെ ചെയ്യുമ്പോഴത്തേന് ഇങ്ങനെ ഫോട്ടോ എടുക്കുമ്പോഴത്തേന് അവരെ വെല്ലുവിളിക്കുന്ന രീതിയിലാവും പ്രശ്നമാകുന്നത്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ കേസ് വന്നേക്കുന്നത് കലാപത്തിന് ആഹ്വാനം ചെയ്തു എന്നുള്ള രീതിയിലാണ് കേസ് വന്നേക്കുന്നത്. കാരണം ഇങ്ങനത്തെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇടുമ്പോഴത്തേന് അത് വലിയൊരു പ്രശ്നത്തിലേക്ക് ഒരു കലാപത്തിലേക്ക് തന്നെ എത്തിക്കാനുള്ള ഒരു വഴിയാവും. അത് ഒരിക്കലും ജസ്ന ചെയ്യരുത് എന്നുള്ളൊരു കാര്യമാണ് ആൾക്കാർ വീഡിയോയിലേക്ക് പറഞ്ഞിട്ടിട്ടുണ്ടായിരുന്നത്. പക്ഷെ അത് ജസ്നയ്ക്ക് അത് ഉൾക്കൊള്ളാനോ അത് മനസ്സിലാക്കാനും ജസ്നയ്ക്ക് ഒരിക്കലും തന്നെ സാധിച്ചിട്ടില്ല എന്നുള്ള കാര്യം ഭയങ്കര വിഷമമുള്ളതാണ്. കാരണം നമുക്ക് കറക്റ്റായിട്ടുള്ള നമുക്ക് നേരെ ചൂണ്ടുന്ന അല്ലെങ്കിൽ നമ്മളെപ്പറ്റി പറയുന്ന കുറ്റങ്ങളോ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളോ ഒക്കെ അത് റൈറ്റായിട്ടുള്ള കാര്യമാണ്. നമുക്ക് എടുക്കാൻ പറ്റുന്നതാണെങ്കിൽ ഉറപ്പായിട്ടും എടുത്തിട്ട് അത് തിരുത്താൻ ശ്രമിക്കണം. അതുപോലെ തന്നെ ഇപ്പം ഇങ്ങനെ വീഡിയോയിൽ വന്ന് ഇതേ കണക്ക് ഭയങ്കരമായിട്ട് സംസാരിക്കുന്ന അല്ലെങ്കിൽ തനിക്കെതിരെ നെഗറ്റീവായിട്ട് പറഞ്ഞവർക്കെതിരെ സംസാരിക്കുന്നതിന് പകരം ആ ഒരു കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ് പറഞ്ഞത് എന്നൊക്കെ ഒന്ന് നോക്കിയതിന് ശേഷം ഓക്കെ തെറ്റ് ചെയ്തിട്ടുണ്ട്, നമ്മൾ ചെയ്ത ചെറിയ മിസ്റ്റേക്കാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരു വീഡിയോ ഇട്ടിട്ട്
ഞാൻ ചെയ്ത തെറ്റാണ്, ഇനി ഇത് ആവർത്തിക്കാതെ ഞാൻ ശ്രമിക്കാം എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ എന്തായാലും ആ ഒരു ചെറുതായിട്ട് അറിയാതെ പറ്റിപ്പോയ ഒരു മിസ്റ്റേക്ക് ഉറപ്പായിട്ട് ക്ഷമിക്കും. പക്ഷേ അതിന് മേളിൽ വന്ന് ഇതേ കണക്കുള്ള കാര്യങ്ങൾ, ഇങ്ങനത്തുള്ള കാര്യങ്ങൾ പറയുമ്പോഴത്തേന് ഇങ്ങനെ നെഗറ്റീവായിട്ട്, അതായത് നിങ്ങളെ കുറച്ച് ഒന്ന് ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞ ആൾക്കാർക്കെതിരെ പോലും ഇങ്ങനെ പറയുമ്പോഴത്തേന് അത് കുറേയധികം പേര് എന്താ പറയുക വിഷമം ഉണ്ടാക്കും. ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കണമെന്നുള്ളൊരു കാര്യം. ഒരിടത്ത് പോകുമ്പോൾ കുറച്ച് നിയമങ്ങളും അല്ലെങ്കിൽ കുറച്ച് വിശ്വാസങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോഴത്തേന് അത് കുറച്ച് പാലിക്കേണ്ടത് നല്ലതാണെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അത് ജസ്നയ്ക്ക് മനസ്സിലാവും എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. ഭയങ്കരമായിട്ട് പേഴ്സണലായിട്ട് ക്രിട്ടിസൈസ് ചെയ്യുന്നു അങ്ങനത്തെ കാര്യങ്ങളോ വിശ്വാസങ്ങൾ, ഇപ്പോൾ കൃഷ്ണനെ ഇഷ്ടപ്പെടുന്നു, കൃഷ്ണൻ്റെ ചിത്രങ്ങൾ വരയ്ക്കുന്നു, അതെല്ലാം നല്ല കാര്യമാണ്. നമുക്ക് ചെറുതായിട്ട് എന്തെങ്കിലും തെറ്റുകളോ കാര്യങ്ങളോ വരുമ്പോൾ ആരെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കുമ്പോഴത്തേന് അത് ഉറപ്പായിട്ടും അത് അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കുക എന്നുള്ളത് മെയിനായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മളെ മോശമായിട്ട് വല്ലതും പറയുവാണെങ്കിൽ ഓക്കെ, അവർക്കെതിരെ നമുക്ക് പറയാം, അങ്ങനെ പറയുന്നത് ശരിയല്ല എന്ന് പറഞ്ഞ് നമുക്ക് പറയാവുന്നതാണ്. പക്ഷേ നല്ല രീതിയിൽ ഒരാൾ പറഞ്ഞു തരുമ്പോഴത്തേന് അതിൽ ഭയങ്കരമായിട്ട് എന്താ പറയുക മോശമായിട്ട് ഒരിക്കലും പ്രതികരിക്കുന്നത് ശരിയായിട്ടുള്ളൊരു കാര്യമല്ല എന്നാണ് എനിക്ക് പേഴ്സണലായിട്ട് തോന്നിയിട്ടുള്ളത്.